ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് നമ്മൾ ബേക്ക് ചെയ്യുന്നില്ല, അതായത് ഓവനിൽ വെച്ചിട്ടല്ല നമ്മളത് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള ഒരു സാധാരണ പാത്രത്തിലും അതുപോലെ തന്നെ ബീറ്ററൊന്നും ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യാനുള്ളത് 3 മുട്ട എടുത്തിട്ടുണ്ട്. ഈ 3 മുട്ടയുടെയും മഞ്ഞയും വെള്ളയും നമ്മൾ സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. മഞ്ഞ വേറൊരു ബാറ്റർ ഉണ്ടാക്കണം, വെള്ള നമ്മൾ നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഞാൻ ഈ ഒരു ഗ്ലാസ്സിനകത്തോട്ട് മുട്ടയുടെ വെള്ള മാറ്റുന്നുണ്ട്, മറ്റൊരു ബൗളിനകത്തോട്ട് ആ മുട്ടയുടെ മഞ്ഞയും മാറ്റി വയ്ക്കുന്നുണ്ട്. അങ്ങനെ മുട്ടയുടെ 3 മഞ്ഞ ഇവിടെ റെഡിയാണ്. വെള്ള അവിടെ ആ കപ്പിൽ വെച്ചിട്ടുണ്ട്, അത് ഞാൻ പിന്നീട് കാണിക്കുക എന്താ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ 3 മുട്ടയുടെ മഞ്ഞ ഇട്ട ബൗളിനകത്തോട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 300 ഗ്രാം വരുന്ന രീതിയിലുള്ള കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു ടിന്ന്, ഇപ്പം നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിൽ ഒരു ടിന്ന് ആണ് അതിൻ്റെ ഒരു കണക്ക് എന്ന് പറയുന്നത്. 300, 360 ആയിരിക്കും അതിൻ്റെ ഒരു അളവ്. അപ്പോൾ ആ ഒരു ടിന്ന് മൊത്തം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മുട്ടയുടെ മഞ്ഞയും ഈ ഒരു കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടുള്ള രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. നമുക്കറിയാം കണ്ടൻസ്ഡ് മിൽക്ക് എന്ന് പറയുമ്പോൾ അത് ക്രീമി തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ മുട്ടയുടെ മഞ്ഞയും കൂടി ആകുമ്പോഴത്തേക്കും ഇച്ചിരിയും കൂടി ക്രീമി ആവും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ബട്ടർ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അളവ് കപ്പ് പറയുകയാണെങ്കിൽ ഒരു 1/2 കപ്പ് എന്നുള്ള രീതിയിലുള്ള അളവ് ഉണ്ടാവും എടുക്കുന്ന. അതുപോലെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി, കണ്ടൻസ്ഡ് മിൽക്ക് ആണെങ്കിലും അതുപോലെ മുട്ടയാണെങ്കിലും പാല് ബട്ടറൊക്കെ ആണെങ്കിലും റൂം ടെമ്പറേച്ചറിലുള്ളത് എടുക്കാൻ നോക്കണം. അതായത് ഫ്രിഡ്ജിനകത്ത് വെക്കാതെ ഫ്രിഡ്ജിനകത്തുനിന്ന് ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും, ഒരു 1.5 മണിക്കൂറെങ്കിലും പുറത്തെടുത്ത് വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ കേക്ക് ഉണ്ടാക്കേണ്ടത്. അത് ഏത് കേക്ക് ആണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് ഈ ഒരു ഇതെല്ലാം കൂടെ നമുക്ക് ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മൾ അടുത്തത് ചേർക്കുന്നത് വാനില എസൻസ് ആണ്. അത് നമ്മുടെ ഫ്ലേവറിനനുസരിച്ച് വാനിലയോ റോസ് എസൻസോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അപ്പോൾ മുട്ടയുടെ മണമൊക്കെ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ ഒരു മണം പോവാനൊക്കെ വേണ്ടി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, ഇപ്പം എസൻസ് ഒന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അതാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ പൊടികൾ ചേർക്കുന്നത് ഒരു അരിപ്പയിലാണ്. അപ്പോൾ ഞാൻ ഇന്നിവിടെ 1 കപ്പ് മൈദപ്പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും ഗോതമ്പ് പൊടി ചെയ്യുമ്പോൾ എല്ലാവരും പറയും ഗോതമ്പ് പൊടിയാണ് ഒത്തിരി ഉപയോഗിക്കണം, ഇനി മൈദ വെച്ചിട്ടൊക്കെ ചെയ്യുന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിന്ന് മൈദപ്പൊടി എടുത്തിട്ടുള്ളത്. അപ്പോൾ 1/2 കപ്പിൻ്റെ 2 കപ്പ്, അതായത് മൊത്തം 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് ബേക്കിംഗ് പൗഡറാണ്. അത് 1 ടീസ്പൂൺ ചേർക്കുക. പിന്നെ 1 നുള്ളു ഉപ്പ്. ഇതിനകത്ത് ബേക്കിംഗ് സോഡ ഞാൻ ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചേർത്താൽ മതിയോ. ബേക്കിംഗ് പൗഡർ ആണെങ്കിൽ 1 ടീസ്പൂൺ, ഇനി ബേക്കിംഗ് സോഡ ആണോ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കുക. അപ്പോൾ ഇനി ചെയ്യാനുള്ളത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അങ്ങനെ അരിച്ചൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കേക്കിന് മിക്സ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു കയ്യിലെടുത്തിട്ട് നമുക്ക് ഒരു സൈഡിലോട്ട് മാത്രം ഇത് ഇളക്കാൻ ശ്രദ്ധിക്കുക. 2 സൈഡിലോട്ട് നമ്മൾ കറിയൊക്കെ ഇളക്കുന്നത് പോലെ ഇളക്കി കഴിഞ്ഞാൽ ഒട്ടും തന്നെ നമ്മുടെ കേക്ക് സോഫ്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം ഈ ഒരേ സൈഡിലോട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടോ, അത് ഇച്ചിരി ഇങ്ങനെ ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇതിനകത്തോട്ട് ഒരു 1/4 കപ്പ് പാല് ചേർത്ത് കൊടുക്കണം. ഇതും ഈ പാലും ആണെങ്കിലും റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള പാലാണ്, ഒട്ടും തന്നെ തണുപ്പില്ലാത്ത പാലാണ്. പിന്നെ ഈ റൂം ടെമ്പറേച്ചറിൽ എന്ന് പറയുമ്പോൾ ചൂടുമായിട്ടുള്ളതും ഉപയോഗിച്ചുകൂടാ കേട്ടോ, നമുക്ക് ആ ഒരു റൂം ടെമ്പറേച്ചർ തന്നെ വേണം. ഇനി ഈ പാല് നന്നായിട്ടൊന്ന് മിക്സ് ആകത്തക്ക രീതിയിൽ ഇളക്കി കൊടുക്കാം. ഇനി നിങ്ങൾക്ക് എനിക്കിപ്പോൾ ഇവിടെ 1/4 കപ്പ് പാല് കറക്റ്റായിരുന്നു. ഇനി നിങ്ങൾക്ക് ഇനി കൂടുതൽ പാല് വേണ്ടി വന്നു, കാരണം ഓരോ പൊടിക്കും ഓരോ രീതിക്കും വ്യത്യാസമുണ്ട്. അപ്പം കൂടുതൽ പാല് വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പാല് കുറേശ്ശെ ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്യുക. ഇത് നല്ല ഫ്ലഫി ആയിട്ടാണ് ഇരിക്കുക. ഇനി ഒന്നും കൂടെ ഫ്ലഫി ആവും. ഇപ്പം തന്നെ നോക്കിക്കുക, കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് അതിങ്ങനെ നല്ല പഞ്ഞിക്കുട്ടം പോലെ ഇരിക്കും. ഇനി നമുക്ക് ഇതിനകത്തോട്ട് മുട്ടയുടെ വെള്ളം കൂടെ എന്താ ചെയ്യണേ നോക്കാം. അതിനായിട്ട് ഞാൻ മുട്ടയുടെ വെള്ള ഇതുപോലത്തെ ഒരു ചില്ല് ഗ്ലാസ്സിലാണ് എടുത്തിരിക്കുന്നത്. ഒരു മഗ്ഗാണിത്, മെഷർമെൻറ്റ് മഗ്ഗിലാണ്. അതാകുമ്പോൾ നല്ല കട്ടിയുണ്ട് ഈ ഒരു ഗ്ലാസ്സിന്, അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വിസ്ക് വെച്ചിട്ട്
വെച്ചിട്ട് നന്നായിട്ട് തന്നെ ബീറ്റ് ചെയ്യുക. എന്നോട് എപ്പോഴും പറയുന്ന ഒരു പരാതിയാണ് ബീറ്റർ ഉപയോഗിക്കാതെ എങ്ങനെയാണ് വിസ്ക് വെച്ച് ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയാണ്, സമയമെടുക്കും. എനിക്ക് ഏകദേശം ഒരു 8-9 മിനിറ്റോളം സമയമെടുത്ത് ഞാനിങ്ങനെ ഇടയ്ക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, പിന്നെ അടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് കേട്ടോ നമുക്കിത് പതഞ്ഞ് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് നോക്കാം. അപ്പോൾ അടിച്ച് നോക്കി കണ്ടോ, ഇതിപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തി. പക്ഷേ ഇനിയും പോരാ, ഇത് കുറച്ചും കൂടെ നമ്മളൊന്ന് തൊട്ടെടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ ഇങ്ങനെ പൊന്തി നിൽക്കണം. അതാണ് ഇതിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് അടിച്ചു കൊടുക്കുക. അടിക്കുന്ന സമയത്ത് ഏത് പാത്രത്തിലാണ് അടിക്കുന്നത്, പാത്രം ഒന്ന് ചെറുതായിട്ടൊന്ന് ചെരിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിരി എളുപ്പമാണ്. അപ്പോൾ അതാ ഈ ഒരു രീതിക്കാണ് നമ്മുടെ ഈ ഒരു മുട്ടയുടെ വെള്ളം അടിച്ചെടുത്ത് വന്നിട്ടുള്ളത്. കണ്ടോ, അതങ്ങനെ പീക്ക് ചെയ്ത് നിൽക്കണം. അതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇച്ചിരി സമയം എടുത്തു കേട്ടോ, കൈക്കൊക്കെ ഇച്ചിരി വേദനയൊക്കെ വരും. അപ്പം നിർത്തി ചെയ്യുക. അപ്പം ഇനി ചെയ്യാനുള്ളത്, നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന മുട്ടയുടെ വെള്ളം എല്ലാം കൂടെ ഒരുമിച്ച് ഈ ഒരു കേക്ക് ബാറ്ററിലോട്ട് ഇടരുത്. കുറേശ്ശെ ഇട്ട് നമുക്കിത് വീണ്ടും ഒരു സൈഡിലോട്ട് തന്നെ ഇളക്കി ഒന്ന് മടക്കി എടുക്കാമെന്നാണ് പറയുക. ഫോൾഡിങ് മെത്തേഡ് എന്നാണ് പറയുക. കേക്കൊന്നും ഒരിക്കലും നമ്മളിങ്ങനെ എന്താ പറയുക അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇളക്കാറില്ല. ഒരു സൈഡിലോട്ട് മാത്രം മടക്കി എടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാൻ ബാക്കിയുള്ള ഒരു പകുതി മുട്ടയുടെ അടിച്ചിട്ടുള്ളത് കൂടെ ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ കണ്ടോ, നല്ല പഞ്ഞിക്കുട്ടം പോയി. ഇപ്പം തന്നെ നല്ല നമ്മൾ സിൽക്കി സ്മൂത്തി എന്നൊക്കെ പറയുന്ന ഒരു കൺസിസ്റ്റൻസിയിലോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് ആവിയിലാണ് നമ്മളത് വേവിച്ച് എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് വെള്ളം നിറച്ചിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. ആ തിളച്ച് വന്ന് ആവി വരാൻ തുടങ്ങിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ പാത്രം ഇറക്കി വെക്കുന്നത്. അപ്പോൾ അതവിടെ ആകുന്ന സമയം കൊണ്ട് നമുക്ക് കേക്ക് ടിന്നിലോട്ട് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കണം. അപ്പം കേക്ക് ടിൻ തന്നെ വേണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങളുടെ വീട്ടിൽ ഏത് പാത്രമാണോ, ആവിയിൽ വേവിച്ചെടുക്കാൻ പറ്റുന്ന പാത്രം ഏതാണോ അതിനകത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അതല്ല, ഇഡ്ഡലിത്തട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന മാവ് ഇഡ്ഡലിത്തട്ടിൽ കോരി ഒഴിക്കുക. എന്നിട്ട് നമ്മൾ ഇഡ്ഡലിയൊക്കെ വേവിക്കുന്നത് പോലെയാണെങ്കിലും വേവിച്ചെടുക്കാം. നല്ലൊരു എന്താ പറയുക, കപ്പ് കേക്കൊക്കെ പോലെ നമുക്ക് കിട്ടും. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അപ്പം ഞാൻ ഈ സ്റ്റീമറിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇഡ്ഡലിത്തട്ടിൽ ഉപയോഗിക്കാം, ഇഡ്ഡലി ചെമ്പിൽ ഉപയോഗിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അപ്പം ഞാനത് ആദ്യം അല്പം എണ്ണ ഒന്ന് ആ ഒരു പാനിലൊന്ന് പരത്തി കൊടുത്തൊന്ന് എന്താ പറയുക ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലൊരു ബട്ടർ പേപ്പറും വെക്കുന്നുണ്ട്. ബട്ടർ പേപ്പറൊക്കെ വെച്ചാൽ നല്ലതാണ്, നമുക്ക് അടിയൊന്നും പിടിക്കാതെ ഈസി ആയിട്ട് കിട്ടും. എന്നിട്ട് നമ്മുടെ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് തട്ടിക്കൊടുക്കണം. ഇതിനകത്ത് ലയർ ബബിൾസ് ഒക്കെ പോകണം എന്നുണ്ടെങ്കിൽ തട്ടിക്കൊടുത്തേ മതിയാവൂ. എങ്കിലാണ് ഉള്ളൊക്കെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ നന്നായിട്ട് തന്നെ തട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത്, നമുക്ക് ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കണം. അതായത് നമ്മൾ ആവിയിൽ വേവിക്കുന്നത് കൊണ്ട് ഇതിൻ്റെ മേലെ വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതല്ല, നിങ്ങൾക്ക് എടുക്കുന്ന പാത്രത്തിന് ശരിയായിട്ടുള്ളൊരു മൂടിക ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മൂടിക വെച്ചിട്ട് മൂടിയിട്ടാണെങ്കിലും നമുക്ക് ആവി കയറ്റാൻ വയ്ക്കാം. ഞാനിപ്പോൾ ഒരു ഫോയിൽ പേപ്പർ വെച്ച് നല്ല ടൈറ്റായിട്ട് തന്നെ ഒന്ന് എടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഈ പാത്രം റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ വെള്ളമൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതേപോലെ ഒരു സ്റ്റാൻഡ് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പാത്രത്തിൻ്റെ സ്റ്റീൽ പാത്രത്തിൻ്റെ മൂടിക ഇട്ട് ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ മേലെ ഈ നമ്മുടെ ഒരു കേക്കിൻ്റെ ടിൻ ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ചെയ്യാനുള്ളത്, ഇത് മൂടി വെച്ച് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിൽ 25 മിനിറ്റ് സമയത്തിനകത്ത് ഇതായി കിട്ടും. അപ്പം ഞാനിത് ഒന്ന് മൂടി വെക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 25 മിനിറ്റ് കഴിയുമ്പോൾ നോക്കാം. പക്ഷേ അതിനിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം. ഇതിനകത്ത് വെള്ളം ചിലപ്പോൾ പെട്ടെന്ന് വറ്റിപ്പോവും. നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് ഇടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയില്ലാന്നുണ്ടെങ്കിൽ പാത്രം അടിപിടിക്കും. അപ്പം ഞാനിവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നോക്കി. വെള്ളമൊക്കെ ഇങ്ങനെ കണ്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല, വെള്ളമൊക്കെ ഇങ്ങനെ വറ്റി വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ബാക്കി ഒരു 15 മിനിറ്റും കൂടെ നമുക്കൊന്ന് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ ഞാനൊരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തുകൊണ്ടോ തോന്നി ഇതായി കാണുമെന്ന്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഞാനൊന്ന് തുറന്നു നോക്കി. അപ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ആ സ്ക്യൂവർ വെച്ചൊന്ന് കുത്തിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും തന്നെ അകം വെന്തിട്ടില്ല. കാരണം അതിനകത്ത് ആ ഒരു സ്റ്റിക്കിനകത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പുറമേ ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളു വെന്തിട്ടില്ല. അപ്പം ഞാൻ വീണ്ടും ഒരു 5 മിനിറ്റും കൂടെ മൂടി വെച്ചിട്ട് ഒന്ന് ആവി കയറ്റുന്നുണ്ട്.
അങ്ങനെ ഇവിടെ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞു. ഞാനപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്, കാരണം എന്തായാലും ആയിട്ടുണ്ടെന്ന് അറിയാം. കാരണം ആ ഉള്ളിൽ മാത്രം അതിനൊരു 5 മിനിറ്റ് മതിയാവും, കാരണം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി അതൊന്ന് കണ്ടോ, ഇതൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതുപോലെ ഒരു സ്ക്യൂവർ വെച്ചിട്ടൊന്ന് കുത്തിയെടുക്കാം. ഇതാ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം അതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടെന്നാണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യുക, ഇതൊരു കൗണ്ടർ ടോപ്പിലോട്ട് മാറ്റി വെക്കുക. അപ്പോൾ ചൂടൊക്കെ ആറി വന്നിട്ടുണ്ട്. ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് സൈഡ് ഒന്ന് ഇതേപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നമുക്കൊന്ന് അകത്തി കൊടുക്കാം. ഇതിനകത്ത് ഞാൻ സൈഡിൽ എണ്ണ ശരിക്കും തൂത്തിട്ടില്ല എന്ന് തോന്നുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ പെട്ടെന്ന് വിട്ട് കിട്ടിയാനേ. പക്ഷെ കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒട്ടും തന്നെ അടി പിടിച്ചിട്ടോ അങ്ങനെയൊന്നുമില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് വരും. ഞാൻ പക്ഷെ ഒന്ന് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് സൈഡിലൊന്ന് വിടിവിച്ച് കൊടുത്തേ ഉള്ളൂ. ഇതാ നമ്മുടെ കേക്ക് കണ്ടില്ലേ, നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് മാറ്റി ഒന്ന് എടുത്ത് നോക്കാം. ഈ കേക്കിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര സോഫ്റ്റാണ്. സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് മാത്രമല്ല, സ്പോഞ്ചിയാണ്. നമുക്കിതിങ്ങനെ വളച്ച് കഴിഞ്ഞാലൊന്നും ഇതങ്ങനെ എന്നാ സാധാരണ കേക്കൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞും ഒക്കെ പോകത്തില്ലേ, ഇതൊന്നും അങ്ങനെയൊന്നും പോകുന്നില്ല. നല്ല എന്താ പറയുക, നല്ല ഫ്ലെക്സിബിളാണ്, നല്ല സ്പോഞ്ചിയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഇവിടെ ഞാൻ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ക്രീമിൻ്റെ ആവശ്യമില്ല, ഒന്നുമില്ല. പക്ഷേ ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. കണ്ടില്ലേ, ഞാനത് ഇങ്ങനെ വളയ്ക്കുന്നത് കണ്ടില്ലേ, എന്നിട്ടും അതിനൊരു പ്രശ്നം വന്നിട്ടില്ല, ഒടിഞ്ഞു പോകുന്നില്ല. അത്രയും സോഫ്റ്റാണ്, സ്പോഞ്ചിയാണ്, അതാണ് കറക്റ്റ് വേർഡ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതാ കണ്ടില്ലേ ഇതിൻ്റെ ഒരു സ്പോഞ്ചിനെസ് ഒക്കെ. ഇനി ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് ബീറ്റർ ഇല്ല എന്ന് പറഞ്ഞിട്ടോ, അല്ലെങ്കിൽ കേക്ക് ഉണ്ടാക്കിയിട്ട് ഒരിക്കലും ശരിയാവാറില്ല എന്ന് പറയുന്ന ആളുകളൊക്കെ ഇനി ആവിയിലൊന്ന് വെച്ച് നോക്കുക, ആവിയിൽ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമുക്ക് പടിപടിയായിട്ട് കയറാം. അപ്പോൾ ആ ഒരു കോൺഫിഡൻസ് ഒക്കെ കിട്ടാനായിട്ട് എപ്പോഴും നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം സക്സസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്കൊരു കോൺഫിഡൻസ് ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഈ സ്റ്റീം ചെയ്തിട്ടുണ്ടാക്കുന്ന കേക്കൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇത് ഒരിക്കലും ഫെയിൽ ആവത്തില്ല കേട്ടോ. ഈ പറയുന്ന അളവിലും കാര്യങ്ങളിലൊക്കെ എടുത്താൽ മതിയാവും. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇച്ചിരി ചൂടോട് കൂടിയാണ് മുറിച്ചെടുത്തിട്ട് ഉള്ളത്. അതിൻ്റെ കാരണം വേറെ ഒന്നുമല്ല, എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ പുറകെ നിൽപ്പുണ്ട്. അപ്പോൾ അവർക്ക് ഇതിൻ്റെ മണമൊക്കെ കേട്ടിട്ട് ഒത്തിരി കഴിക്കാൻ തോന്നുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഞാനത് മുറിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടും സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. പിന്നെ കേക്കൊക്കെ ഒരു കാര്യം എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് എല്ലാം ചൂടാറി മിനിമം ഒരു 4-5 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ മുറിക്കാൻ നോക്കുക. എങ്കിലാണ് നമുക്ക് ആ കേക്കിൻ്റെ കറക്റ്റ് ടെക്സ്ചർ കിട്ടത്തുള്ളൂ. നല്ല ഇങ്ങനെ മണിമണി പോലെ തരി പോലെ ഉള്ളിലിരിക്കത്തില്ലേ, അതേപോലെ കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. എനിക്കറിയാം ഇത് ഇച്ചിരി ലെങ്തി ആണെന്ന് ഞാൻ ഇന്ന് ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. കാരണം ഒത്തിരി പേര് റിക്വസ്റ്റ് ഇങ്ങനെ പറയാറുണ്ട്, കംപ്ലൈൻറ്റ് ഇങ്ങനെ ശരിയാവുന്നില്ല, അങ്ങനെയില്ല, എന്തുകൊണ്ടാണെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് പറ്റുന്ന പോലെയാണെന്നുണ്ടെങ്കിൽ റിപ്ലൈ തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക, എന്നിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളൊരു അഭിപ്രായം അറിയിക്കുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. Until then, bye bye.